ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചേരിത്തുപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബ്രഷ് പോലെ ആക്കിയെടുക്കാം. നമുക്ക് പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചേരിൻ്റെ ഒരു തുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇതുപോലെ ഒരു കമ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കമ്പിലേക്കാണ് ഞാൻ ഈ ഒരു ചേരിൻ്റെ ഈ ഒരു തുപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് കെട്ടി വെച്ചെടുക്കട്ടെ. അതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടത് ഞാൻ 2 റബ്ബർ ബാൻഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സ്ക്രബ്ബറാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൈ എത്താത്ത നമ്മുടെ ബോട്ടിലുകളിലൊക്കെ നമുക്ക് കഴുകാൻ പറ്റും. നന്നായി തേച്ച് കഴുകാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. ഇതുപോലെയുള്ള ബോട്ടിലിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കൈ എത്തില്ല. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉള്ളിലോട്ടൊക്കെ കൈ എത്തി കഴുകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ ഒരു തുപ്പുണ്ടെങ്കിൽ നന്നായി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തുപ്പ് മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ വാഷിങ്ങിൻ്റെ സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്താൽ മതി. സ്പോഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ പച്ച കളറുള്ള സ്ക്രബ്ബർ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു കമ്പിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് നന്നായി സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനലൊക്കെ അരികിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കണ്ടോ. ഇതുപോലെയുള്ള മാറാലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ജനലിൻ്റെ അരികിൽ, അതുപോലെ ജനലിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമുക്ക് ഏത് മൂലയിലേക്കും നമുക്ക് ഈ ഒരു ഇത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയാക്കി ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ മാത്രമല്ല, നമുക്ക് നമ്മുടെ ടി വിൻ്റെ അരികിലൊക്കെ നമുക്ക് പൊടി പിടിച്ചതുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സോഫയുടെ അരിക്, അലമാരയുടെ അരികൊക്കെ അവിടെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റും. അധികം നീളം വേണമെങ്കിൽ നമുക്ക് നീളമുള്ളൊരു കമ്പ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നീളമുള്ളൊരു കമ്പും ഒരു 3-4 ചേരിത്തുപ്പും കൂടി വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കുറച്ചും കൂടി കനത്തിലുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കർട്ടൻ്റെ വടിയിലുണ്ടാകുന്ന ആ ഒരു തരം പൊടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളോട്ടേക്ക് നമുക്ക് വെച്ച് കൊടുത്താൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളോട്ടേക്ക് പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 10 പൈസ ചിലവില്ലാതെ ഒരു നല്ലൊരു പൊടിത്തട്ടിയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.